ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോർലാം പവർ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയ 450 ആണ്. നമുക്ക് ഈ വണ്ടിയുടെ ആസ്തറ്റിക് ലുക്സിലേക്ക് കടക്കാം. അതായത് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ ഒരു പുതിയ LED ഹെഡ് ലാംപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ സൂപ്പർ മീറ്റിയോറിലും കോണ്ടൽ GT യിലും ബാക്കി 650സിലും കണ്ട അതേ LED ഹെഡ് ലാംപ്സ് തന്നെയാണ്. പിന്നെ ഈ സൈഡിലൊക്കെ നമുക്കൊരു LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഫ്ലൈമഡ് ഗാർഡൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ 21 ഇഞ്ച് വീൽസ് തന്നെ വരുന്നത്. പിന്നെ ഇതാണ് ഏറ്റവും ടോപ്പ് മോഡൽ. ഇതിലാണ് ബ്ലാക്കും പിന്നെ ആ ഒരു ഗോൾഡ് കളർ വരുന്നത്. ഇതിൻ്റെ പേര് ഹാൻഡ്ലി ബ്ലാക്ക് എന്നാണ്. ഇതിൻ്റെ മീറ്ററിലേക്ക് വരുമ്പോൾ മീറ്റർ ഫ്ലിക്കറിങ് ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മീറ്ററിൽ ഇത് ഹോം ബട്ടൺ പ്രസ് ചെയ്താൽ അവിടെയായി. പിന്നെ ഇവിടെ മീറ്റർ നമുക്ക് മാറ്റാൻ പറ്റും. റൈഡ് മോഡ്, പെർഫോമൻസ്, പിന്നെ ഇക്കോ, അതിൽ തന്നെ ABS ഓൺ ABS ഓഫ് ഉണ്ട്. പിന്നെ മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഫുൾ മോഡ് മാറും. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് ഫുള്ളായിട്ട് കാണിക്കും, മിറർ ചെയ്യും മൊബൈലിൽ നിന്ന്. അപ്പോൾ ഫുൾ മാപ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെയുള്ളത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഷോവേൻ്റെ ബ്രാൻഡിങ് കാണാം. ഷോവേൻ്റെ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്, അതും USD ഫോക്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വിച്ച് ഗിയേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീറ്ററിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പാസ്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഹോണാ പഴയ ഹോൺ തന്നെയുള്ളത്. പിന്നെ ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജോയ്സ്റ്റിക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പോകും. പിന്നെ ഒരു ക്ലിക്കും ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഒരു എൻജിൻ കിൽ സ്വിച്ച്, പിന്നെ ഇവിടെ ഒരു ഹസാർഡ് ബട്ടൺ, പിന്നെ മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നോക്കാം. അപ്പോൾ ആ കേട്ട പോലെ തന്നെ അത്യാവശ്യം ഒരു ബാസ് ഉണ്ട്. അത് നേരിട്ട് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ബാസ് ഫീൽ ചെയ്യുള്ളൂ. അത് ഇപ്പം നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോയിൽ കേൾക്കുന്ന സമയത്ത് അത്ര ബാസ് ഫീൽ ചെയ്യില്ല. കുഴപ്പമില്ലാത്തൊരു ത്രോട്ടിൽ കൊടുക്കാൻ തോന്നുന്ന പോലത്തെ ഒരു എക്സോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ സീറ്റൊക്കെ കാണുമ്പോൾ നല്ല അത്യാവശ്യം ഫേമായിട്ടുള്ള സീറ്റാണ്, കുറച്ചൊരു ഫേംനെസ് കൂടിയിട്ടുണ്ട്. ബാക്കിലും റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു റീഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ടോപ്പ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബ്രേക്ക് ലാമ്പ് ഇൻറ്റിഗ്രേറ്റഡ് ചെയ്തിട്ടുള്ളത്, അത് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്താൽ അവിടെ കത്തും. അതിൻ്റെ ബാക്കിലേക്കൂടെ പുറത്തേക്കൂടെ നമുക്ക് ബ്രേക്ക് ലാമ്പ് കാണാൻ പറ്റും. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ്സ് ഇല്ല പറഞ്ഞു. ഇവിടെ റോയൽ എൻഫീൽഡ് ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ടെയിൽ പീസ് ഇത്ര മാത്രമേ ഉള്ളൂ. റിഫ്ലക്ടേഴ്സൊക്കെ റൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ റെയറിലേക്ക് വരുമ്പം 140 സെക്ഷൻ്റെ ഒരു റെയർ ടയറാണ് വന്നിട്ടുള്ളത്, അതും ഡുവൽ പർപ്പസ് ടയർ തന്നെയാണ്, CAT തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് കാണുമ്പം ചെറിയൊരു എക്സോസ്റ്റ് ആയിട്ടുണ്ട്, ഷോർട്ടായിട്ടുള്ള എക്സോസ്റ്റാണ്, അത് വിടുത്തൊന്നും കാണുന്നില്ല. സ്വിങ്ങാമൊക്കെ ഒരു റീഡിസൈൻ ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു കേർവ്നെസ് കൊടുത്തിട്ടുണ്ട് പഴയ ഒരു സ്വിങ്ങാമ് വെച്ച് നോക്കുമ്പോൾ. ഇവിടെയാണ് ഇതിൻ്റെ ഷോക്ക് കൊടുത്തിട്ടുള്ളത്. ഷോക്ക് കുറച്ചുകൂടി ഒന്ന് ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ മാറിയതുകൊണ്ട് തന്നെ അതിപ്പം ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് മാറിയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ ആ ഒരു ട്രാവലും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 200 mm ആണ് ബാക്കിലും വരുന്നത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ സൈഡ് പാനൽ കൊടുത്തിട്ടുള്ളത്, ചെറിയ പാനലാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഇവിടെയാണ് നമ്മളെ കൂളൻ്റ് റിസർവോയർ ടാങ്ക്. അപ്പോൾ അതിൽ മാക്സിമം മിനിമം ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്ലിറ്റ് ഷാസിയാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ട്രെസ് മെമ്പർ ആയിട്ടുള്ളത്. അതായത് ഇത്ര വരെ മാത്രമേ ഷാസി കാണുള്ളൂ, ബാക്കിയൊക്കെ എഞ്ചിൻ തന്നെയാണുള്ളത്. പിന്നെ ഇവിടുന്ന് ഒരു സ്പ്ലിറ്റ് ഷാസി ആയിട്ട് ബാക്കോട്ടും പോയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ റിസർവോയർ ടാങ്ക് കാണുന്നത് ബാക്കത്തെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഗാർഡ് കൊടുത്തിട്ടുണ്ട്, അത് പഴയ ഹിമാലയനിലില്ല. പിന്നെ എന്താ പറയുക, ഇതാണ് ഇതിൻ്റെ എക്സോസിൻ്റെ റെസൊണേറ്റർ ഭാഗം വരുന്നത്. കാറ്റൊക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ. ഈ എഞ്ചിനാണ് ഇവർ ഷെർപ്പ 450 എന്ന് വിളിക്കുന്നത്. റോയൽ എൻഫീൽഡിലെ ഏറ്റവും ആദ്യത്തെ ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനും അതുപോലെ തന്നെ DOHC സെറ്റപ്പ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വരുന്നത്. അപ്പം ഇത് 40 bhpയും ഒരു 40 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സും സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ റേഡിയേറ്ററാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അത് റൈഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു സിംഗിൾ ഹോൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബാഷ് പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ഭാഗം നല്ല മെറ്റലും ഈ ഭാഗം ഫൈബറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ആക്സസറി ആയിട്ട് ഫുള്ളി ഒരു റാലി സ്പെക്ക് സാധനം വരുന്നതാണ്. അപ്പോൾ അത് ഫുള്ളി ഒരു മെറ്റൽ പീസായിരിക്കും വരിക. അതിലൊരു ക്രാഷ് ഗാർഡും വരുന്നുണ്ടാവും. ഇപ്പോൾ ഇതിന് ക്രാഷ് ഗാർഡ് വെച്ചിട്ടില്ല, ഒരു ഫ്രഷ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USD ഫോക്സാണ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഹിമാലയൻ ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ റിഫ്ലക്ടറെല്ലാം കാണാം. അപ്പോൾ ഈ സാധനം ഈ ഒരു ഫോർക്കിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഷോവേൻ്റെ ഈ സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓട്ടിയ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല സസ്പെൻഷൻ ഡാമ്പിങ്ങും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ വീൽസ് നല്ല ഗോൾഡൻ കളേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹിമാലയ 450 ആണ് ഇപ്പോൾ റോയൽ എൻഫീൽഡിലെ കറൻ്റ് ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടി.
ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് 450 ഓടിച്ച് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ ഹിമാലയ 450 ആണ്. അപ്പോൾ നമുക്കിൻ്റെ റൈഡ് റിവ്യൂ ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്നത് 4th ഗിയറിലാണ്. 4th ഗിയറിൽ എത്ര കംഫർട്ടബിളാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിത് 5th ഇട്ടാൽ പോലും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ 40 സ്പീഡിൽ 5th ഗിയറിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പം സസ്പെൻഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നല്ല സോഫ്റ്റ്വെയർ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ വണ്ടി ലിക്വിഡ് കൂൾഡായതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പം ഞാൻ സിറ്റി ട്രാഫിക്കിന് അധികം എത്തിയിട്ടില്ല. ഇപ്പോൾ വണ്ടി ഓടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഹീറ്റിംഗ് ഇതുവരെ ടിൽ നൗ വലിയ കുഴപ്പമില്ല, മാനേജ് ചെയ്യുന്നുണ്ട്, മാനേജബിളാണ്. അപ്പോൾ ഞാൻ 5th ഗിയറിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അറിയുന്നില്ല, ഞാൻ ആ മീറ്ററിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഞാൻ 5th ഗിയറിൽ പോകുന്നതെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അത്രയും ടോർക്കുണ്ട്. ഞാനിപ്പോൾ ഈ 5th ഗിയർ ഞാൻ ഒന്ന് കൊടുത്താൽ തന്നെ വണ്ടി നന്നായിട്ട് വലിഞ്ഞ് കയറുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ 6ലേക്ക് ഇട്ടു. 6th ഗിയറിൽ 60ലാണ് പോകുന്നത്. ഇപ്പോൾ 50-ലെത്തി. നമുക്ക് ഒരു ഗിയർ ഡൗൺ ചെയ്യാം. ഞാൻ ഒന്ന് വലിപ്പിച്ച് കാണിച്ചു തരാം. കുഴപ്പമില്ല. ഇപ്പോൾ ഈ റോഡ് ഭയങ്കര അൻഡുലേഷൻസ് ഉള്ളൊരു റോഡാണ്. അപ്പം ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഹിമാലയ ആയതുകൊണ്ടാണ് ഇത്രമാത്രം ഒരു ഇടർച്ച മാത്രം കാണുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലാസിക് 350 അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോർമൽ കമ്പ്യൂട്ടർ ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വോയിസ് നന്നായിട്ട് ഇടറും. അപ്പോൾ അങ്ങനെ ഒരു സീനി വണ്ടിക്കില്ല. നല്ല അടിപൊളി ഫ്രണ്ട് സസ്പെൻഷൻ തന്നെയാണുള്ളത്. വഴി പിന്നെയും മോശമാകുന്നുണ്ട്. അപ്പം ഈ ഫ്രണ്ടിൽ വരുന്നത് ഷോവയുടെ USD ഫോക്സാണ് വരുന്നത്. അപ്പം ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് ഷോക്സ്. അത് ആ വഴിയിൽ, ഈ വണ്ടിയുടെ വഴിയിൽ വരുന്ന എല്ലാ സാധനവും ആ ഷോക്ക് എടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് സ്വാലോ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ മിറേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മിറേഴ്സ് ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പഴയ മിറേഴ്സ് പോലെ തോന്നുമെങ്കിലും മിറേഴ്സിന് എന്താ പറയുക, കുറച്ചുകൂടി ഒരു നല്ലൊരു എഫക്റ്റ്, എന്തോ ഒരു കോട്ടിങ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാറിലൊക്കെ വരുന്ന ഒരു ഓട്ടോ ഡിമ്മിങ് ഇല്ലേ, ആ ഓട്ടോ ഡിമ്മിങ്ങിന്, ഓട്ടോ അല്ല, ആ ഡിമ്മിങ് ഫംഗ്ഷനിൽ വരുമ്പോൾ ഒരു ലൈറ്റായിട്ട് ഒരു കൂളിങ് കിട്ടൂലേ, ആ ഒരു ടൈപ്പ് ഒന്ന് ഒരു ഫിലിമിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ചല്ല, ആ ഒരു ഫിലിം വരുന്ന പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു എന്താ പറയുക, ഒരു ക്ലിയർ വിഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻസ് വളരെ കുറവാണ് ടിൽ ദീസ് RPMs, ഐ മീൻ ദീസ് 3000 RPMs വരെ വലിയ കുഴപ്പമില്ല. ഇനി എനിക്ക് നല്ല റോഡ് കിട്ടിയിട്ട് വേണം ബാക്കി നോക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു നല്ല റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ത്രോട്ടിലിനെ കുറിച്ച് പറയുമ്പം ത്രോട്ടിൽ കൺവെൻഷണൽ, ഒരു മിനിറ്റ്, ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു നോർമൽ ത്രോട്ടിൽ നിന്ന് മാറിയിട്ട്, കേബിൾ മാറിയിട്ട് ഇപ്പോൾ ഒരു റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രോട്ടിലൊക്കെ വളരെ ഷാർപ്പും ക്രിസ്പുമാണ്. നല്ല ത്രോട്ടൽ റെസ്പോൺസ് ഉണ്ട്. ടിൽ നൗ നല്ല ത്രോട്ടൽ റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വലിപ്പിച്ച് നോക്കാം. Whoa, this machine has changed a lot than ever. You won't believe this is of Himalayan. This is from Royal Enfield. Hats off to Royal Enfield for making such a beast of a machine. Woohoo! Oh guys, ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, ഇന്നവരെ എനിക്ക് ഒരു റോയൽ എൻഫീൽഡ് കിട്ടിയില്ല. അതായത് GT 650, ഈവൻ ആ 650 പോലും ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആയിരുന്നു. ഐ എം സോ ഹാപ്പി മാൻ. റോയൽ എൻഫീൽഡ് ഇത്രയും ഒരു ചേഞ്ച് വന്നു. റോയൽ എൻഫീൽഡ് ഇത്രയും നന്നായിട്ട് നോക്കി വണ്ടിയെ. എങ്ങനെയാണ് ഒരു അഡ്വഞ്ചർ ബൈക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ സിലിണ്ടർ പവർഫുൾ മെഷീൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് റോയൽ എൻഫീൽഡ് കാച്ചു. ദാറ്റ്സ് എ ഫൺ റോയൽ എൻഫീൽഡ്. സോ ഇപ്പോൾ കോർണർ വന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് ഞാൻ ചെരിച്ചെടുത്തത്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങിനും ഹാറ്റ്സ് ഓഫ് വേണം. കാരണം ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അടിപൊളി ബ്രേക്കിംഗ് ആയിരുന്നു.
ബിഫോർ ഡൂയിങ് ദോസ് ഇല്ലീഗൽ സ്പീഡ്സ്. ആക്ച്വലി ഇത് റോഡ് അധികം ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. ഒരിക്കലും ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. പിന്നെ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. അപ്പോൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ബ്രേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഷാർപ്പ് ബ്രേക്കിംഗ് ആണ്. അതായത് ADV സ്റ്റാൻഡേർഡ്സിൽ, അതായത് ഒരു അഡ്വഞ്ചർ ബൈക്ക് സ്റ്റാൻഡേർഡ്സിൽ കുറച്ച് സോഫ്റ്റ് തന്നെയാണ്. ബട്ട് പഴയ ഹിമാലയം വെച്ച് നോക്കുമ്പോൾ നല്ല അഗ്രസീവ് ആണ്. എസ്പെഷ്യലി ദ ഫ്രണ്ട് ബ്രേക്സ്. ഫ്രണ്ട് ബ്രേക്സ് ആർ ആക്ച്വലി ബ്രൂട്ടൽ. നല്ല പവർ വന്നിട്ടുണ്ട്, നല്ല ഇനീഷ്യൽ ബൈറ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക് കാണിച്ചു തരാം. ഓഹ് ദോസ് ബൈറ്റ്, ഓഹ്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഈ ഒരു റോയൽ എൻഫീൽഡ് നിങ്ങളുടെ ബ്രാൻഡിങ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ഇത് റോയൽ എൻഫീൽഡാണ്. അത്രയും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഓപ്പൺ റോഡ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ത്രോട്ടിൽ കൊടുത്തു പോകുന്നതാണ്. കാരണം സച്ച് എ ബീസ്റ്റ് ഓഫ് എ മെഷീൻ മാൻ, ബീസ്റ്റ് ഓഫ് എ മെഷീൻ. ഓ മാൻ, റോയൽ എൻഫീൽഡ് nailed it in designing this engine. This is 6th gear, 6th gear 60ലാണ് പോണേ. പക്ഷെ അത് നമുക്ക് അത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് പോണേ. ഇപ്പം 6th ഗിയറിൽ 60ൽ പോകുന്നു. ആ ടൈം ഞാൻ ഒന്ന് ത്രോട്ടിൽ കൊടുത്താൽ ഓ മാൻ, ദ മെഷീൻ pulls madly man, madly. The machine pulls very very madly. നമുക്ക് ഇവിടെ ഒരു യൂട്ടേൺ അടിക്കാം. അപ്പോൾ വന്ന റോഡ് നല്ലതായത് തന്നെ യൂട്ടേൺ അടിച്ച് പിന്നെയും പോവാം. അപ്പോൾ ഞാനൊരു ഇൻ ഗിയർ ആക്സലറേഷൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ, ഓ ബ്രോ മാൻ, ഞാനിങ്ങനെ ഒരു 100 വട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. ഒരു റോയൽ എൻഫീൽഡ്, അതായത് ഒരു GTക്ക് ശേഷം ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഒരു വണ്ടി ഓടിച്ചിട്ടില്ല. അതും എന്താ പറയുക, വളരെ വളരെ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം അത്രയും പവർ പമ്പ് ചെയ്ത് തരുന്നുണ്ട്, അഡ്രിനാലിൻ റഷ് തരുന്നുണ്ട്. ഇത്രയും കാലം റോയൽ എൻഫീൽഡ് തന്ന ഒരു ഹിമാലയ, അതായത് ഒരു OG ഹിമാലയൻ, ഐ മീൻ ഞാൻ ഓൺ ചെയ്ത ഹിമാലയൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് അത്രയും ഒരു കൾട്ട് ഫാൻ ബേസ് ഫോളോയിങ് ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ഷുവറായിട്ട് നല്ലൊരു കിടലമ്പത്തെ വണ്ടി തന്നെയാണ്. ബട്ട് ആ വണ്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ അതിനൊരു ഓഫ് റോഡിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ ഒരു റോഡിൽ കയറുമ്പോൾ, അതായത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹൈവേ ഒക്കെ കയറുമ്പോൾ മാക്സിമം 80, അതായത് 80 മതി നമുക്ക് പോകാൻ. ബട്ട് നമ്മൾ ഒരു 80 ഒക്കെ പിടിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ ഒന്ന് പൊളിച്ചെടുക്കാൻ വിചാരിച്ചാൽ മാക്സിമം 100, അതിൻ്റെ മേലെ വണ്ടി കയറൂല, എങ്ങനെ കയറൂല. അപ്പോൾ ഒരു വണ്ടി വളരെ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നും. പക്ഷേ ഈ വണ്ടി, ദിസ് പെർട്ടിക്കുലർ വെഹിക്കിൾ മാൻ, അബ്സല്യൂട്ട് അമേസിങ് മാൻ, അമേസിങ്. ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3000 RPM വളരെ സ്മൂത്ത് ആയിട്ട് ഇതാ, ഒരു കുഴപ്പമില്ല. ഫോർത്തിലിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതൊരു കുഴപ്പമില്ല. ഫിഫ്ത്തിട്ട് അതൊരു ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു എഞ്ചിൻ, എന്താ പറയുക. ഇപ്പം എങ്ങനെ മനസ്സിലാച്ചാൽ, ഇപ്പം നിങ്ങൾ 250 ഡ്യൂക്സ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് KTM പറയുമ്പോൾ KTM 2 ഡുവൽ ക്യാരക്ടർ ആയിട്ടുള്ള വണ്ടിയാണ് ഏത് ഡ്യൂക്ക് 250. അവരുടെ 250 സീരീസ് വളരെ കാമാണ്, വളരെ ക്വയറ്റാണ്. ബട്ട് പൊട്ടിത്തെറിക്കണമെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ് ഈ 450ൽ ഞാൻ കണ്ടത്. എന്താ പറയുക, അതിപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. കോർണറൊക്കെ സുഖമായിട്ട് കോർണർ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓ, വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നുണ്ട്. ഓ ഓ ഓ ഓ അപ്പോൾ എക്സോസ് നോട്ടും നല്ല രസമുണ്ട് കേൾക്കാൻ. ബ്ലിപ്പ് ചെയ്യുമ്പോഴും, അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുമല്ലോ, അപ്പോഴും നല്ല ഒരു അഗ്രസീവ് സൗണ്ട് കിട്ടുന്നുണ്ട്. Oh man, I really fall in love with this machine. ഒരു 100-ലൊക്കെ സുഖമായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. 100, 110, 120 വരെയൊക്കെ ഒരു കുഴപ്പമില്ല. ഈവൻ 140 വേണ്ടി സുഖമായിട്ട് ക്രൂസ് ചെയ്യും. പക്ഷെ എനിക്കിപ്പോൾ അത്ര നല്ലൊരു റോഡ് കിട്ടിയിട്ടില്ല. ഈവൻ ഈ ചെറിയൊരു റോഡിൽ പോലും ഞാൻ അത്യാവശ്യം ചെറുങ്ങനെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വണ്ടി കയറുന്നുണ്ട്. ആക്ച്വലി ഇതൊരിക്കലും ആരും ഇമിറ്റേറ്റ് ചെയ്യരുത്, ചെറിയ റോഡ്സ് ആണ്. ബട്ട് ഇപ്പോൾ ഈ റോഡിൽ അധികം വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഒരിക്കലും ഇത് ചെയ്യരുത്. പിന്നെ 5th ഗിയറിൽ 40, അത് RPM നോക്കൂ, 3000 RPM വണ്ടി പോകുന്നത്. ആക്ച്വലി ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫീൽഡ് ഓഫ് വ്യൂ കുറച്ച് കുറവായിരിക്കും വൈഡ് ആംഗിൾ ഇട്ടാലും. അപ്പോൾ ഞാൻ ഇത്ര വണ്ടി എൻജോയ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. 13-മുക്കാൽ ടൈമും നിങ്ങൾ വണ്ടി മാത്രം, കോക്പിറ്റ് മാത്രം ഇങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് മാറുന്നത് എന്താ വെച്ചാൽ കുറച്ച് ഹെൽമെറ്റ് പൊക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട. ആക്ച്വലി നിങ്ങൾക്ക് വണ്ടിയുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വണ്ടി എടുത്തത്. പിന്നെ ഹാൻഡിൽ ബാർസ് വളരെ വൈഡാണ്. ഞാൻ നോക്കി OG ഹിമാലയനേക്കാളും നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസാണ് വരുന്നത്.
ഇതൊക്കെ എന്ത് സ്മൂത്തായിട്ടാണ് പോകുന്നത് നോക്കൂ. പിന്നെ ഇതിൻ്റെ ഈ പൊസിഷൻ, ഞാൻ ഹാൻഡിൽ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊരു ഡേർട്ട് ബൈക്കിൽ ഇരിക്കുന്ന പോലെ നമ്മളെ എക്സ്പൾസിലുണ്ടല്ലോ, എക്സ്പൾസിൻ്റെ ഹാൻഡിൽ ബാറും പഴയ OG ഹിമാലയൻ്റെ ഹാൻഡിൽ ബാറും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹിമാലയ കുറച്ച് ഒരു പൊടിക്ക് ഷോർട്ടായിട്ട്, ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഷോർട്ടല്ല, വൈഡാണ്, ഒരു പൊടിക്ക് ഷോർട്ടായിട്ട് കുറച്ച് കൈ നീട്ടി വെക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ ബാറായിരുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എക്സ്പൾസ് വളരെ ഒരു എന്താ പറയുക, കുറച്ച് വൈഡായിട്ട് കുറച്ച് നമ്മൾ അടുത്തേക്ക് ഇരുന്ന് നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഡേർട്ട് ബൈക്കിൽ ഇരിക്കുന്ന പോലെ കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ഫീലിൽ മിമിക്കാൻ വേണ്ടി റോയൽ എൻഫീൽഡ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സാധിച്ചിട്ടുണ്ട്. കാരണം ഇത് ആക്ച്വലി ഒരു ഡേർട്ട് ബൈക്ക്, ഐ മീൻ ഒരു റാലി സ്പെക് ബൈക്കായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കേട്ട ന്യൂസ് പ്രകാരം CS സന്തോഷിനെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഹീറോയുടെ ഡക്കാർ റാലിയിൽ ഹീറോയുടെ ഒഫീഷ്യൽ റൈഡറായിരുന്നു അദ്ദേഹം, CS സന്തോഷ്. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു ഇത്രയും കാലം ഹീറോയിന് ഡക്കാറിന് വേണ്ടി റേസ് ചെയ്തത്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഈ ബൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ സ്പൈ ഷോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CS സന്തോഷായിരുന്നു ഈ വണ്ടി ഫുൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമുക്കൊന്ന് കൂട്ടി ഗണിച്ച് നോക്കുമ്പോൾ, അതായത് എനിക്ക് തോന്നിയത് മിക്കവാറും റോയൽ എൻഫീൽഡ് ഡക്കാർ റാലിയിലേക്ക് ഒരു ചുവടുവയ്പ്പ് നടത്തും. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഈ ഹിമാലയ 450cc ഇറക്കിയത്. അപ്പോൾ ഈ ഡക്കാറിന് വേണ്ടത് 450cc ആണ്. അപ്പോൾ ആ ഒരു CC അതിൻ്റെ സ്പെക്കൊക്കെ അലോ ചെയ്തുകൊണ്ട്, അതായത് അതിനൊക്കെ ഒരു ബോക്സൊക്കെ ടിക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ 450. അപ്പോൾ മിക്കവാറും CS സന്തോഷും പിന്നെ ഈ 450 ആയിരിക്കും നെക്സ്റ്റ് ഡക്കാർ റാലിയൊക്കെ റോയൽ എൻഫീൽഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. മിക്കവാറും റോയൽ എൻഫീൽഡ് ഇറക്കുമായിരിക്കും. പുള്ളിക്കാരനായിരുന്നു വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ അത്രയും ഒരു റാലി റൈഡ് സ്പെക്ക് വണ്ടി പോലെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പോലെ ഒരു വണ്ടി തന്നെയാണ് 450. ഹിമാലയ 411 എന്ന് പറഞ്ഞാൽ നല്ലൊരു ടോർക്കുള്ള, ഒരു ലോ ആൻഡ് ടോർക്കുള്ള, ഒരു ഗ്രണ്ടുള്ള ഒരു ബീസ്റ്റ് ആയിരുന്നു. അതിനൊരിക്കലും മോശം പറയാൻ പറ്റില്ല. അപ്പോൾ ആ വണ്ടിയുടെ കുറേ എസൻസും പിന്നെ ഒരു റാലി ബൈക്കിന് വേണ്ട എല്ലാ ഒരു DNA പകർന്നുകൊണ്ട് വന്ന ഒരു അടിപൊളി സൂപ്പർ എക്സലൻറ്റ് മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഹിമാലയ 450. പിന്നെ കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ടാകും, കാരണം അവരെ ഫസ്റ്റ് ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ് മോട്ടറാണ്. അപ്പോൾ അതിൻ്റെതായുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്തൊക്കെ വന്നാലും പിന്നെ റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയായാലും ഇതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. കാരണം നമുക്ക് തന്നെ അറിയാം, OG ഹിമാലയൻ 411 ആദ്യം ഇറങ്ങിയ സമയത്ത് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ മാറ്റി അത് ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളിയായി ലാസ്റ്റ് BS6 2021 മോഡൽ, ഐ മീൻ 2022-23 വരെ ഇറങ്ങിയ 411 മോഡൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഒക്കെ ഉള്ള വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ 450യും അവർ നന്നായിട്ട് നോക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു വർഷത്തിനുള്ള എന്തായാലും വണ്ടി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ പർട്ടിക്കുലർ വണ്ടിക്ക് ചെറുതായിട്ടൊരു ടാപ്പറ്റോസിൻ്റെ ഒക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അത് കുഴപ്പമില്ല, അതെന്തായാലും അവർ പഠിച്ച് അതിനെക്കുറിച്ചുള്ള റിസർച്ചൊക്കെ ചെയ്ത് പിന്നെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കും. അതിലൊന്നും ഒരു വിഷയമില്ല. നമുക്ക് ഒന്നുകൂടി യൂട്ടേൺ അടിക്കേണ്ടി വരും, കാരണം നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട്. നോക്കാം, ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ 450യുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.